ഹലോ ഹായ് നമസ്കാരം പ്രിയ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ മുല്ലയ്ക്കൽ ചിറപ്പുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് വീഡിയോ മുമ്പിട്ടിരുന്നു. അന്ന് ചേർക്കാൻ കഴിയാതിരുന്ന കുറച്ച് വിഷ്വൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അച്ചുക്കുട്ടനെയും കൊണ്ട് ഒരുപാട് ദൂരം നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവനെ ഞങ്ങൾ കൊണ്ടുപോകാതിരുന്നത്. കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. കുറേ ദൂരം കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ആമിലുവിന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പോപ്കോണും മറ്റു മധുരപലഹാരങ്ങളുമൊക്കെ വിൽക്കുന്ന കടകൾ ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. മുല്ലയ്ക്കൽ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നും നടന്ന് ഞങ്ങൾ കോടതി സമുച്ചയത്തിൻ്റെ പരിസരം വരെ എത്തി. ഇപ്പോൾ ഞങ്ങൾ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിന് സമീപമുള്ള ഒരു താൽക്കാലിക കടയിലേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴേ ആമിലു കളിപ്പാട്ടങ്ങൾ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കുകയാണ് ലക്ഷ്യം. ഈ കടയിൽ വന്നപ്പോഴോ കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളുമുണ്ട്, വളരെ വിലക്കുറവും. ആമിലുവിന് വണ്ടികളോടാണ് പ്രിയം, ഒരു ഭ്രാന്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ലോഡ് കാറുകളും ബൈക്കുകളും ഒക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എങ്കിലും പുറത്തേക്കിറങ്ങിയാൽ അവനൊരു കാറ് നിർബന്ധമാണ്. ഇവിടെ വന്നപ്പോൾ മറ്റു പല സാധനങ്ങളുടെയും പേര് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ എടുക്കുവോ ആവോ. ഈ കടയിലെ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് വെറൈറ്റീസ് ഉണ്ട്. ആമിലുവിന് കളിപ്പാട്ടങ്ങളെല്ലാം കൂടി കണ്ടപ്പോൾ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. തനൂസിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഓരോ സാധനങ്ങളും കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇന്ന് മിക്കവാറും കട മുഴുവൻ വാങ്ങേണ്ട അവസ്ഥയാണെന്നാ തോന്നുന്നത്. ഇതിനിടയിൽ എന്തൊക്കെയോ സാധനങ്ങൾ അവനെടുത്ത് ഒരു പാത്രത്തിൽ വെക്കുന്നത് കണ്ടു. വീണ്ടും ആ കടയുടെ അകത്ത് മുഴുവൻ നടക്കുകയാണ്, പല പല കളിപ്പാട്ടങ്ങൾ തപ്പി. ഓരോന്നോരോന്ന് മാറി മാറി പറയുന്നുണ്ട്. ആദ്യം ഒരു സാധനം പറയും, പിന്നീട് അത് മാറ്റി പറയും. അവസാനം മുകളിൽ കിടക്കുന്ന ഒരു തോക്ക് ചൂണ്ടി അത് ആവശ്യപ്പെട്ടു. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഈ കടയിൽ കയറിയിട്ട് കുറച്ച് സമയമായേ, ഇനി പതുക്കെ വീട്ടിലേക്ക് മടങ്ങാം. ഈ മടക്കയാത്രയിലും ഓരോ കളിപ്പാട്ടം വീണ്ടും വാങ്ങുന്ന കാര്യം അവൻ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് ആമിലു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തേക്ക് വിടാം. ടാറ്റാ ബൈ ബൈ.